ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനപ്പോൾ ഇന്ന് എനിക്കുണ്ടായ ഒരു ഫ്രോസൺ ഷോൾഡറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റി എന്നുള്ളതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടുമായിരിക്കും. ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ നമ്മൾ ഫ്രോസൺ കൈവേദന ആദ്യം വരും. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഒരു MRI എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ ചിലപ്പോൾ ഈ എക്സ്റേയിലൊന്നും അറിയാൻ പറ്റില്ല. MRI എടുത്താലായിരിക്കും അത് ഫ്രോസൺ ഷോൾഡർ ആണോ അതോ മസിൽ ടയർ ആണോ എന്ന് അറിയാൻ പറ്റുക. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏകദേശം 1 വർഷത്തോളം ആയി. കറക്റ്റ് അങ്ങനെ ഡേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനെപ്പോഴും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുക. സാധാരണ ഈ എക്സസൈസ് ഒന്നും ഇല്ലാത്തവർക്കാണ് ഇത് വരിക എന്നാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുക. അപ്പോൾ ഞാൻ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമുക്ക് ബോഡിയൊക്കെ ഒന്ന് പണ്ടൊന്നും നമുക്ക് ഈ ജിമ്മിൽ പോകണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ അതൊരു പുച്ഛമായതാണ്. നമ്മൾ വേറെ പണിയില്ല, വീട്ടിലെല്ലാം ജോലി ചെയ്യാത്തവർക്കാണ് ഈ ജിമ്മിൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി. കാരണം നമ്മൾ പണ്ടത്തെ പോലെ അരയ്ക്കുകയും ഇടിക്കുകയും അങ്ങനത്തെ ഒന്നും ജോലികളല്ലല്ലോ വീട്ടു ജോലികൾ ചെയ്യുന്നത്. വളരെ ചെറിയൊരു കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും കുക്ക് ചെയ്യുക. അതുമെല്ലാം മെഷീൻസാണ്. അപ്പോൾ ആ എക്സസൈസ് ഒന്നും പോരാ. അതായിരിക്കാം. പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നു പറഞ്ഞ് ഷുഗർ ഇല്ലാത്തവർക്കും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും എനിക്കും കിട്ടി ഫ്രോസൺ ഷോൾഡർ. MRI എടുത്തപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ, ഇവിടെയായിട്ടൊരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷന് അത് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല. 800 dirhams ആയിരുന്നു ഇഞ്ചക്ഷൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന മെഡിസിനോ സാധനത്തിന് അതാണ് കാശുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ വേദന കുറയും എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ യാതൊരുവിധ കുറവും ഉണ്ടായില്ല. ഫിസിയോതെറാപ്പി ചെയ്തു. 15 സെഷൻസ് എടുത്തു ഫിസിയോതെറാപ്പി. ഒരു രക്ഷയുണ്ടായില്ല. കാരണം ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ അവരൊരു സാധനം വെച്ച് ഒന്ന് ജസ്റ്റ് മറ്റേ ജെല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എന്തോ ഒരു മസാജ്. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മറ്റേ ഇലക്ട്രിക് വൈബ്രേഷൻ അത് ചെയ്യുന്ന ആ സംഭവത്തിന് വെച്ചിട്ട് പോകും. അത് പിന്നെ ജസ്റ്റ് നമ്മളെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഒരിക്കൽ അവർ പിടിച്ച് ചെയ്തിട്ട് ചെയ്യൂ അതൊക്കെ എടുക്കും, വേദന എടുക്കും, പക്ഷേ ചെയ്തേ പറ്റൂ, നിങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോവും. അപ്പോൾ പിന്നെ നമ്മളെന്താവും, നമുക്ക് വേദന കൂടുമ്പോൾ നമ്മളത് അത്രയേ ചെയ്യുള്ളൂ. അവരടുത്ത പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ കുഴപ്പം ഇത്ര സമയം ചെയ്യണം പറയും. പക്ഷെ തീരെ വേദന സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ അത്രയേ ചെയ്യുള്ളൂ. അങ്ങനെ 15 സെഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു 14 ഡേയ്സ് ആയുർവേദം ഉഴിച്ചിൽ ശരിക്ക് ട്രീറ്റ്മെൻ്റ് എടുത്തു. ഉഴിച്ചിൽ ചെയ്യുമ്പോൾ ഒക്കെ സുഖം. പക്ഷേ അതുകൊണ്ടും എനിക്ക് യാതൊരുവിധ കുറവും ഉണ്ടായില്ല. കൈ ഇങ്ങനെ ബാക്കിലോട്ട് പോവുമോ ഇത്ര വരെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ബ്രേസിയർ ഇടാനായിരുന്നു ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. കൈ ബാക്കിൽ പോകത്തേ ഇല്ല. ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നല്ലാണ്ട് യാതൊരുവിധ രക്ഷയുണ്ടായില്ല. വല്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയപ്പോൾ എൻ്റെ പാലക്കാട് വീട്ടിൻ്റെ അടുത്ത് കോട്ടമൈതാനത്തിൻ്റെ അവിടെ ഒരു റിലീഫ് ഫാർമസി ഉണ്ട്. അവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, നവ്യ എന്ന് പറഞ്ഞിട്ട്. അവർ ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ നവ്യ ആണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും അതിൻ്റെ ഒരു മാറ്റം പറ്റിയത്. കാരണം പുള്ളിക്കാരി നമ്മളെ 3/4 മണിക്കൂർ അവർ മെല്ലെ വർത്തമാനം പറഞ്ഞ് മെല്ലെ ഇങ്ങനെ കൊണ്ടുപോയി ആദ്യം പോയ ദിവസം എത്ര ആംഗിളൊക്കെ വെച്ചു, എത്ര വരെ നമുക്കിത് വരുന്നുണ്ട്, പൊങ്ങുണ്ട്, മാറുണ്ട് എന്നുള്ള അതൊക്കെ നോക്കിയിട്ട് അവർ മെല്ലെ
അവസാനം ഒരു 3/4 മണിക്കൂർ ആവാറാവുമ്പോൾ സെഷൻ കഴിയുമ്പം ഒറ്റ പിടുത്തം ഉണ്ടാവും വേദന. പക്ഷെ അത് അങ്ങനെ ചെയ്ത് പിന്നെ എക്സസൈസും ഒക്കെ തന്നിട്ട് അങ്ങനെ എനിക്ക് കുറച്ചൊരു മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ നാട്ടിലാവുമ്പം വീട്ടിൻ്റെ അടുത്താണ്, അപ്പോൾ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ. പക്ഷെ അതും എല്ലാം നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഫിസിയോതെറാപ്പി നല്ലതായിരുന്നുകൊണ്ടാണ്. അപ്പം നിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ ഫ്രോസൺ ഷോൾഡർ വന്നാൽ നമ്മൾ ഈ മെഡിസിൻ ഇൻടേക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ പറഞ്ഞു തരുന്ന ആ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്, വിത്തൗട്ട് ബെറ്റർ ദാൻ ദാറ്റ് മെഡിസിൻ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എത്ര നമ്മൾ അപ്പോൾ ഇത് കേട്ടിട്ടുണ്ട്, മെഡിസിൻ എടുത്താലും എടുത്തില്ലെങ്കിലും 6 മാസം മുതൽ 2.5 വർഷം വരെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 1 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മാറിയിട്ടില്ലെങ്കിലും ഈ കയ്യിൽ ഇച്ചിരി എവിടെയൊക്കെ വേദന ഉണ്ടെങ്കിലും പക്ഷെ നല്ല ബുദ്ധിമുട്ട്. എൻ്റെ കൈയപ്പം നന്നായിട്ട് ബാക്കിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ. പക്ഷേ എക്സസൈസ് ചെയ്യേണ്ട അവർ എനിക്ക് കുറച്ച് എക്സസൈസ് കൂടെ പറഞ്ഞു തന്നു. ഇവിടെയും ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ കുറേ എക്സസൈസ് പറഞ്ഞു തന്നു. അപ്പോൾ വേദന ഉള്ളപ്പോൾ നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മൾ മെല്ലെ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാറുള്ളൂ. അപ്പം എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഏറ്റവും നല്ല കുറച്ച് എക്സസൈസ് ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നാൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ.